മനോജ് നമസ്തേ. ഇപ്പോഴുള്ള കാഴ്ചകൾ കണ്ടു കാണുമല്ലോ. അവിടെ നിങ്ങൾ കണ്ട കാഴ്ച കൈമേയ് മറന്ന് യുദ്ധമുഖത്തെന്ന പോലെ ജീവൻ രക്ഷിക്കാനും അതല്ലെങ്കിൽ മൺമറഞ്ഞു പോയവരുടെ മൃതശരീരം വീണ്ടെടുക്കാനും അധ്വാനിക്കുന്ന സൈനികരെയെങ്കിൽ ഇവിടെ വീരോചിത സ്വീകരണം ഏറ്റുവാങ്ങുന്ന സൈനികരെയാണ് കണ്ടത്. മനോജ് ഒന്ന് വിവരിക്കൂ അവിടെ കണ്ട കാഴ്ചകൾ. തീർച്ചയായും പ്രദീപ്, വളരെ വലിയ സ്വീകരണം തന്നെയാണ് സൈന്യത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ദുരന്ത മേഖലയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടേക്കെത്തി ഇവിടെയുള്ള ജനങ്ങളെ, അതായത് ഈ ദുരന്തത്തിൽ പെട്ടുപോയ ജനങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം സൈന്യം ഓരോ ഘട്ടത്തിലും പ്രവർത്തിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. രാവും പകലുമില്ലാതെ ബെയിലി പാലത്തിന് വേണ്ടിയിട്ട് ആ ഉരുക്ക് പ്രതലങ്ങളൊക്കെ എടുത്തുകൊണ്ടുവരുന്ന ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ്. അത്രയും കഠിന പ്രയത്നത്തിലൂടെയാണ് സൈന്യം ആ പാലം നിർമ്മിച്ചെടുത്തത്. അതിലൂടെയാണ് വാഹനങ്ങൾ അപ്പുറത്തേക്ക് കടന്ന് ആ മുണ്ടക്കയിലുമൊക്കെ പരിശോധന നടത്താനായത് എന്നുള്ളതാണ്. അത്തരത്തിൽ സൈന്യം ആദ്യഘട്ടം മുതൽ തന്നെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ടായിരുന്നു ഈ ഒരു ദുരന്തമുഖത്ത് പ്രവർത്തിച്ചത്. ആദ്യം ഈ ചൂരൽമല കടന്ന് മുണ്ടക്കയിലോട്ട് പോകുവാനുള്ള ഒരു പ്രയാസം, അതുകൊണ്ട് തന്നെ കുറേയധികം ജീവനുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ആ സമയത്താണ് സൈന്യം അവിടേക്കെത്തി അവിടെ ഒരു താൽക്കാലികമായൊരു പാലമുണ്ടാക്കുന്നത്. ആ പാലത്തിലൂടെ നടന്നു നീങ്ങി അപ്പുറത്തേക്കെത്തിയ രക്ഷാപ്രവർത്തകർ, ഈ സൈന്യം അടക്കം അങ്ങോട്ടേക്ക് പോയി അവിടെ നിന്നും അവരെ തിരിച്ച് ചൂരൽമലയിൽ എത്തിച്ച് മേപ്പാടിയിൽ എത്തിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വളരെയധികം ഈ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. അതുതന്നെയാണ് അത്തരത്തിൽ ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിനായി സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം എത്തുന്നു. അവർ അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ട്, അതായത് പ്രതികൂല കാലാവസ്ഥ, ഈ പുഴ ശക്തി ആർജിച്ച് ഒഴുകുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി അത് വിജയകരമായി ആ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. അതിലൂടെ അഭിമാനത്തോടു കൂടി സൈനികരൊക്കെ നടന്നു വരുന്ന ആ ദൃശ്യങ്ങൾ എല്ലാവരെയും വളരെയധികം പ്രചോദനം നൽകുന്നത് തന്നെയാണ്. കാരണം ഒരു ദുരന്ത മേഖലയിൽ എത്തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത്, സമയോചിതമായി ഇടപെടേണ്ടത് എന്നുള്ള കാര്യം സൈന്യം നമുക്കിവിടെ കാണിച്ചു തരികയാണ്. അതുതന്നെയാണ് അതിനുശേഷം ഓരോ ചിത്രങ്ങളും ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. കാരണം ആ ബെയിലി പാലത്തിന് മുകളിൽ സീതാ ഷെൽക്കെ എന്ന മേജർ കയറി നിന്നുകൊണ്ട് അതിന് നേതൃത്വം നൽകുന്ന ആ ദൃശ്യങ്ങൾ അത് എല്ലാവരുടെയും മനസ്സിൽ ഇന്നുമുണ്ട്. ആ ഒരു മേജറിൻ്റെ വാക്കുകളിലുമുണ്ട് ആ കാര്യങ്ങൾ. ഞാനൊരു സൈനികയാണ്, അത്തരത്തിൽ എൻ്റെ ജോലിയാണ്, എൻ്റെ കർത്തവ്യമാണ്, എൻ്റെ ഈ ജനങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതൊക്കെ തന്നെ ഓരോരുത്തരും, ഓരോ സൈനിക മേധാവികളും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം ഈ എഞ്ചിനീയർ വിഭാഗത്തിന് നേതൃത്വം നൽകിയ GOC സാബുണ്ട്. അവരൊക്കെ തന്നെ വലിയ തരത്തിലൊരു അവരുടെയൊക്കെ വാക്കുകൾ എന്നും എല്ലാവർക്കും പ്രചോദനം തന്നെയാണ്. അതോടൊപ്പം ഈ ഋഷി രാജലക്ഷ്മി ലഫ്റ്റനന്റ് കേണൽ, അദ്ദേഹവും കൃത്യമായും ആ വാക്കുകൾ അവിടെ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും സൈന്യം ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ ഈ ഒരു പ്രവർത്തനത്തിലൂടെ, മുൻപ് പ്രദീപ് സാർ പറഞ്ഞിരുന്നു, ഈ വാക്കുകൾ കുറച്ചുകൊണ്ട് പ്രവൃത്തിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അത്തരത്തിൽ തന്നെയാണ് സൈന്യം ഇവിടെ നമുക്ക് കാണിച്ചു തന്നത്. ആരോടും തങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനില്ല, പക്ഷേ ചെയ്യേണ്ടത് കൃത്യസമയത്ത് ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെയാണ് വിജയകരമായി അവരെ കൊണ്ടാകുന്ന രീതിയിലെല്ലാം എല്ലാ മേഖലയിലും പരിശോധന നടത്തി എല്ലാ തലത്തിലുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ചു എന്നുള്ളതാണ്. എയർലിഫ്റ്റിംഗ് അടക്കം ഈ ഒരു മേഖലയിൽ നടത്തി എന്നുള്ളതാണ്. ഈ സൂചിപ്പാറ പോലുള്ള മേഖലയിലൊക്കെ ഇറങ്ങി ചെല്ലുവാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട്. അവിടേക്ക് സൈന്യം കടന്നു ചെല്ലുന്നു, അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കുന്നു, അതോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു. അതൊക്കെ തന്നെ വലിയ തരത്തിലൊരു സഹായകരമായി ഇന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട്. മന്ത്രി റിയാസ് ഒക്കെ കഴിഞ്ഞ ദിവസം സൈന്യത്തിന് ബിഗ് സല്യൂട്ട് നൽകുന്ന ഒരു അവരുടെയൊക്കെ വാക്കുകൾ, അതോടൊപ്പം ഇവിടെയുള്ള ജനങ്ങളുടെ വാക്കുകൾ, അവർ പോകുമ്പോൾ അതോടൊപ്പം തന്നെ മെഡിക്കൽ ടീം സജീവമായിരുന്നു ഈ ഒരു മേഖലയിൽ. ചൂരൽമലയിൽ സൈന്യത്തിൻ്റെ മെഡിക്കൽ ടീം അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ തലത്തിലുള്ള സംവിധാനവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ദുരന്ത മേഖലയിൽ നിരവധി സൈനികരെ ഉപയോഗിച്ചുകൊണ്ട് ഈ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനം അതൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. സൈന്യത്തിൻ്റെ ഈ മേഖലയിലുള്ള പ്രവർത്തനം അത് തന്നെയാണ് ഇത്തരത്തിൽ സ്വീകരണം ഓരോ മേഖലയിലും. അതായത് ഈ ദുരന്തമുഖത്ത് നിന്നും അവർ മടങ്ങുമ്പോൾ അവർക്ക് ഓരോ സ്ഥലത്തെത്തുമ്പോഴും സ്വീകരണം ലഭിക്കുന്നത് അവർ ചെയ്ത പ്രവൃത്തിയുടെ, ഈ സൈനികരുടെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് എന്നുള്ളതാണ്.
അത് തന്നെയാണ്. കാരണം രാജ്യത്തിൻ്റെ സുരക്ഷ, അതോടൊപ്പം ജനങ്ങളുടെ സുരക്ഷ, ഈ ശത്രുക്കളെ നേരിട്ട് ചെന്ന് അമർച്ച ചെയ്യുന്ന ധീര ജവാന്മാരെയൊക്കെ നമ്മളിവിടെ കണ്ടിരുന്നു. അവരൊക്കെ ഇന്ന് ഈ ജനങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കുന്ന ആ കാഴ്ചകൾ അത് തന്നെയാണ് നമ്മളിവിടെ കണ്ടത്. മേജർ സീത അശോക് ഷെൽക്കെ മുതൽ മേജർ ജനറൽ VT മാത്യു വഴി ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി, ഒത്തിരി പേരുകളാണ് നമ്മൾ ഇത്തവണ വളരെ അഭിമാനത്തോടു കൂടിയും നന്ദിയോടു കൂടിയും സ്മരിക്കുന്നത്. മനോജ്, ഒരു കാര്യം, ഈ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടെ ഉൾപ്പെടെ 1 to 1 അല്ലെങ്കിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിച്ചത് മനോജ് ആണ്. മനോജ്, എങ്ങനെയായിരുന്നു ഈ വ്യക്തിപരമായ ഒരു അനുഭവം അവരുടെ കൂടെ ചേർന്ന് നിന്നപ്പോൾ? കാരണം പ്രത്യേകിച്ചും ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി, അദ്ദേഹത്തിൻ്റെ വാർത്ത അവസാനമായി മനോജ് റിപ്പോർട്ട് ചെയ്തു. അതായത് വയനാട്ടിൽ നിന്നുള്ള ഋഷി രാജലക്ഷ്മി, നമുക്കറിയാം വലിയ തരത്തിൽ ആഘോഷിക്കപ്പെടുന്ന, സമൂഹ മാധ്യമങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല അദ്ദേഹം ഈ ഓഫ് റൈഡേഴ്സിനെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് വാടാന്നൊക്കെ പറഞ്ഞിട്ട് ആശ്ലേഷിക്കുന്ന ഒരു രംഗവും വീഡിയോയും ഒക്കെ ഇപ്പോഴും എല്ലാ സമൂഹ മാധ്യമത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. തീർച്ചയായും അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ തന്നെ, കാരണം ഒരു മലയാളിയാണ്, ഒരു മലയാളി ഇതെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള കാര്യം അദ്ദേഹം ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിൽ ഈ ജനങ്ങളോട് അദ്ദേഹം ഇടപഴകുന്നത് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആകർഷണീയം. കാരണം ഇത്രയധികം ഈ ഒരു ഓപ്പറേഷനുകളിലും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ശത്രുക്കളുടെ അവരുടെ പാളയത്തിൽ പോയി അവരെ അമർച്ച ചെയ്ത ഒരു ധീര ജവാൻ, ആ ഒരു സൈനികൻ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി സാധാരണ ജനങ്ങളോട് ഇടപഴകുന്നത് നമ്മൾ കണ്ടതാണ്. ഓപ്പറേറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സൈനികരെ സഹായിക്കാൻ വന്നു, അവരോട് അവർക്ക് വേണ്ട വാഹന സൗകര്യം ഒരുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അവരെയൊക്കെ ആ സമയത്ത് സൈന്യം ചേർത്ത് പിടിക്കുകയാണ്. അതോടൊപ്പം തന്നെ പോകാൻ നേരം അവരെയൊക്കെ മാറോടണയ്ക്കുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അത്തരത്തിൽ ഋഷി രാജലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു KSEB ഉദ്യോഗസ്ഥനായിരുന്നു. എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് KSEB ഉദ്യോഗസ്ഥനായി പിന്നെ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഈ ആർമിയിൽ ജോയിൻ ചെയ്യണമെന്നുള്ള ആഗ്രഹം അത് രാജ്യത്തോടുള്ള ആ ഒരു അടങ്ങാത്ത അധിനിവേശം തന്നെയായിരുന്നു. അത് തന്നെയാണ് തൻ്റെ അമ്മയോട് അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുകയാണ്, എനിക്ക് അത്തരത്തിൽ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യണമെന്നുള്ള രീതിയിൽ. അപ്പോൾ അമ്മ പറയുന്ന വാക്കുകളുണ്ട്, ഒരു ജോലിയായി ഇന്ത്യൻ ആർമിയിൽ പോകണ്ട, ഒരു സേവനമായി അല്ലെങ്കിൽ ഒരു ജോലിയായി ഇത് കാണാതെ പ്രവർത്തിക്കുക എന്നുള്ള കാര്യമാണ്. അത് തന്നെയാണ് അദ്ദേഹം ഇന്നും പാലിച്ചു പോകുന്നത്. കാരണം അത്തരം മേഖലകളിൽ കശ്മീരിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള ഓപ്പറേഷനുകൾ നമുക്കറിയാം, വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഈ തീവ്രവാദികളുടെയൊക്കെ പാളയത്തിൽ പോയി അദ്ദേഹം ഈ ഓപ്പറേഷനുകളിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ആക്രമണം, അദ്ദേഹത്തിന് നേരെ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ ഈ മുഖത്ത് പരിക്ക് പറ്റുന്നു, 23 ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നു. പക്ഷേ ആ പരിക്ക് പറ്റി അദ്ദേഹം കിടക്കുമ്പോഴും ഡോക്ടർമാരൊക്കെ പകച്ചു നിൽക്കുന്ന നിമിഷമുണ്ട്. ആ നിമിഷത്തിൽ കൈ ഉയർത്തി തംസപ്പ് കാണിക്കുന്ന ഒരു സൈനികൻ, അതാണ് ഋഷി രാജലക്ഷ്മി. അത് ആ ചിത്രങ്ങളൊക്കെ തന്നെ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും ശ്രദ്ധിച്ചതാണ്. കാരണം അത്തരത്തിലൊരു ആത്മവിശ്വാസത്തോടു കൂടി മുഖത്ത് മുഴുവൻ പരിക്കേറ്റ് ശരീരമാസകലം പരിക്കേറ്റ് കിടക്കുമ്പോൾ ഡോക്ടർമാർ പോലും എങ്ങനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമെന്നുള്ള ആ ഒരു നിമിഷത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഈ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഈ ദുരന്തമുഖത്തും കണ്ടത്. ഇത്രയധികം സൈനികരെ അദ്ദേഹം ചേർത്ത് പിടിച്ചുകൊണ്ട്, അദ്ദേഹം ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരിച്ച് പാങ്ങോടേക്ക് മടങ്ങുമ്പോൾ നമ്മളോട് പറയുന്നുണ്ട്, എന്ത് തരത്തിലുള്ള പ്രതിസന്ധി ജനങ്ങൾക്കുണ്ടായാലും അവിടേക്ക് ഞങ്ങൾ എത്തും എന്നുള്ള കാര്യം തന്നെയാണ്. അത് തന്നെയാണ് സീത ഷെൽക്കെ ആയാലും അതോടൊപ്പം VT മാത്യു സാറായാലും എല്ലാ തരത്തിലുള്ള പിന്തുണയും ഇവിടെയുള്ള ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനികർക്കും നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം അവരൊക്കെ തന്നെ ഈ ബെയിലി പാലത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ അത് കണ്ടു നിൽക്കുന്നവർക്ക് തന്നെ അത്, കാരണം സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഉരുക്ക് പ്രതലങ്ങൾ, ഇത്രയും ഭാരമേറിയ ഉരുക്ക് പ്രതലങ്ങൾ ഈ ഒരു ട്രക്കിൽ നിന്നും ചുമന്നുകൊണ്ട് ഇവിടേക്ക് എത്തിക്കുന്ന കാര്യം, ആ ചളി പുതഞ്ഞ ആ പ്രദേശത്തൂടെ നടക്കുന്ന കാര്യം, അതോടൊപ്പം ഈ പ്രദേശങ്ങളിലൊക്കെ ആദ്യഘട്ടത്തിൽ ഇറങ്ങിപ്പോൾ കൃത്യമായും ഈ ഒരു പരിശീലനം ലഭിച്ച സൈനികർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ്. മാത്രമല്ല നമ്മുടെ പ്രേക്ഷകരും ഇതേ വികാരം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. 2 ദിവസം കൊണ്ട് ഒരു പാലം സ്വപ്നം പോലെ തോന്നുന്നു. അഭിനന്ദനങ്ങൾ എന്ന് ശ്രീ സന്ദീപ് പറയുമ്പോൾ തീർച്ചയായും ബെയിലി പാലത്തെക്കുറിച്ച് മനോജ് ഇപ്പോൾ പറഞ്ഞ് ഇങ്ങനെ തുടരുകയായിരുന്നു. അത് എല്ലാം ഒരു സ്വപ്നം പോലെ തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത്. നിരവധി കമന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ സൈനികരുടെ കരങ്ങളിൽ എത്ര ജീവനുകൾ പുനർജനിച്ചിരിക്കുന്നു. ദുരന്ത ഭൂമിയിൽ നിന്നും എത്ര അഭിനന്ദിച്ചാലും ആദരിച്ചാലും മതിയാകില്ല ഈ ധീര യോദ്ധാക്കളെ. തീർച്ചയായും ആ വികാരം ഞങ്ങളും പങ്കുവയ്ക്കുന്നു. മാത്രമല്ല സ്വന്തം ജീവൻ മറന്ന് പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ സൈനികർ.
ഭാരതത്തിൻ്റെ ധീരപുത്രന്മാരായ സൈനികർ നിങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങളുടെ പരിപൂർണ പിന്തുണയും അഭിവാദ്യവും നേരുന്നു. ഭാരത് മാതാ കി ജയ്.